കേരളത്തിൽ നിന്ന് നേരത്തെ ISIS-ലോട്ട് ഒട്ടേറെ പേർ പോയിരുന്നു, പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. പലരെയും തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? അങ്ങനെ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ടോ? നമുക്ക് അവിടെ പോയ ആളുകളുടെ എല്ലാവരുടെയും ഭാഗത്തുള്ള നല്ല നിരീക്ഷണമുണ്ട്, നമുക്ക് നല്ല അറിവുണ്ട് അവരുടെ ആരാണത്, അതിൻ്റെ അവരുടെയൊക്കെ നീക്കങ്ങൾ എന്താണ്, ഇതിൻ്റെ നല്ല നിരീക്ഷണമുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിലെ കൂടെ അങ്ങനെ ആരെങ്കിലും പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൽ കൂടെ സോഷ്യൽ മീഡിയയും ബാക്കിയുള്ള അനാലിസിസ് ദ്വാര നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന് മാവോയിസ്റ്റ് ആയിരുന്നു. ഒരുപക്ഷെ കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് ഇത്രയും ഡിസ്ട്രിക്റ്റിലൊക്കെ മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നുണ്ടോ കേരളത്തിൽ? നമുക്ക് മാവോയിസ്റ്റിൽ ഇന്ത്യ മൊത്തം നോക്കുകയാണെങ്കിൽ കുറേയധികം മാവോയിസ്റ്റിനെതിരായിട്ടുള്ള നല്ല നടപടി ആയിരുന്നു. കുറച്ച് എൻകൗണ്ടേഴ്സ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി മാവോയിസ്റ്റ് നേതാക്കളും കാഡേഴ്സും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേയധികം ആളുകൾ ഇതിൽ സറണ്ടർ ആയിട്ടുണ്ട്. അങ്ങനെ മാവോയിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ പൊതുവെ ഒരു വീക്കൻ ഒരു സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ കേരളത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ KKT, കേരള, കർണാടക, തമിഴ്നാട് ബോർഡർ റീജിയനിലും ഉണ്ടായിരുന്ന ദളങ്ങളുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തിൽ ദളത്തിൻ്റെ സൈറ്റിംഗ് ഇല്ല. പിന്നെ അതോടൊപ്പം അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളിലെല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെ സാഹചര്യത്തിൽ നമുക്കിവിടുത്തെ ഇപ്പോൾ ഉള്ളത് ഓവർഗ്രൗണ്ട് ആക്ടിവിസ്റ്റും സിമ്പത്തൈസേഴ്സിൻ്റെ മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ദളത്തിൻ്റെ ആക്ടിവിറ്റി ഇല്ല. പക്ഷേ നമ്മൾ അവിടുത്തെ ആ ഏരിയാസിൽ നല്ലപോലെ നിരീക്ഷണം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.